DNA എന്ന ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ചർച്ച ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമയിലെ നായികയായ ഹന്നയോട് ഒരു ഓൺലൈൻ മീഡിയയിലെ ഒരു അവതാരിക ചോദിച്ചൊരു ചോദ്യം അതിൽ വിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നമ്മളുടെ ഫീൽഡിലല്ല, എല്ലാ ഫീൽഡിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് മാത്രമേ, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളത്. ഇങ്ങനെ എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാ ഫീൽഡുകളിലും ഉണ്ട്. പക്ഷെ അത് ചോദിക്കേണ്ട ഒരു ചോദ്യം അങ്ങനെ ആയിരുന്നില്ല. ഒരു പെൺകുട്ടിയുടെ മുന്നിലോട്ട് മുഖത്തോട്ട് നോക്കി ഒരു പെൺകുട്ടി തന്നെ ചോദിക്കുന്നത് ഭയങ്കരമായിട്ട് ഞങ്ങളത് തന്നെ കേട്ടപ്പം ശരിക്കും ഷോക്കായി പോയി. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആവരുതായിരുന്നു. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും വിഷമകരമായിരുന്നു. അത് ആ സംഭവത്തിന് ശേഷം ഹന്നയുമായി സജന സംസാരിച്ചിരുന്നു. എന്തായിരുന്നു ഹന്ന അന്ന് പ്രതികരിച്ചത്? ഹന്ന ഷോക്കായി പോയി. കാരണം നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുള്ളത് ഒട്ടും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലല്ലോ. കാരണം നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷെ ഹന്ന പറയുന്നതിന് ഞാൻ ഷോക്കായി പോയി. കാരണം ഇത് ചോദിക്കുന്ന എന്തൊരു ചോദ്യം, നമ്മൾ ഒരു മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഫ്രണ്ട്സാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഒരു എത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു ചാനലിൽ വന്നിട്ട് അതും പച്ചയ്ക്ക് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ, ഇങ്ങനെ ഉണ്ടോ, കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. പക്ഷേ വീണ്ടും അത് വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയും അതിനനുസരിച്ച് റൂഡായിട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് പുള്ളിക്കാരി ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാതെ പോയി. ആ സിറ്റുവേഷനിൽ സജിന ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അല്ല, എനിക്കത് ഭയങ്കര, ഞാനും ഈ പറഞ്ഞ കണക്ക് ആ സമയത്ത് നമ്മൾ ആരായാലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ നെർവസ് ആയി പോകും. പിന്നെ ഓർക്കും നമ്മൾ പറയും ഒന്ന് പ്രതികരിക്കേണ്ടായിരുന്നു, സംസാരിക്കണം. പക്ഷെ എനിക്കൊന്ന് ഹന്ന പ്രതികരിച്ച് എറിഞ്ഞു. അഷ്കർ ആയാലും ഞാനായാലും ശരിക്കും ഷോക്കായി പോകത്തേ ഉള്ളൂ. കാരണം നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനത്തെ ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് അനുഭവം ഉണ്ടോ, അത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു സംസാരം. പക്ഷെ ആ ഒരു സംഭവം അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന തരത്തിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് പ്രചരണം നടന്നിരുന്നു. ഇത്തരത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിനിമകൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്ന് വിമർശനം നടക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരിക്കുമല്ലോ. അത് പക്ഷെ അതിന് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാനായാലും ഒരിക്കലും ആരും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും അത് വേണ്ട. പ്രേക്ഷകർക്ക് കാണുമ്പം അത് ഭയങ്കര വൾഗാരിറ്റി തോന്നിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഒരിക്കലും ഒരു പ്ലാൻഡ് അല്ല, അത് പ്ലാൻഡ് ചെയ്യാൻ പറ്റിയ വാക്കുകളാണോ? അതൊരിക്കലും വാക്കുകളല്ല. അതുകൊണ്ട് ഒരിക്കലും അത് പ്ലാനിങ് അല്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് കാരണം ബാക്കിയുള്ള മീഡിയസിനും അത് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആങ്കേഴ്സിനായാലും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിപ്പോയി. തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ അവതാരിക കാസ്റ്റിംഗ് കൗച്ച് എന്ന വിഷയമാണ് എടുത്തിടാൻ ശ്രമിച്ചത്. പക്ഷെ അത് ചോദിച്ച ചോദ്യം, ആ ഭാഷ, അത് കറക്റ്റ് അല്ല എന്നുള്ള പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. ഇപ്പം ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന വിഷയം ആദ്യമായി ഉപയോഗിച്ചത് ആ ഒരു ഓൺലൈൻ മീഡിയ അല്ല. അത് മലയാള സിനിമയിലെ വനിതാ സംഘടനകൾ അടക്കം കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളുകളാണ്. ഇപ്പം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരാളെന്ന നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് സജിനയുടെ അഭിപ്രായം? ഞാൻ പറയില്ലേ, ഇപ്പം ഈ നമ്മളുടെ മൂവിയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മൾ കേട്ടിട്ടുണ്ട് കുറേ പേര് ഇങ്ങനെ വലിയ നമ്മളെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എല്ലാ രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റ് മാത്രമല്ല അനുഭവിക്കുന്നത്, പലയിടത്തും പക്ഷെ ഞാനത് ഏതോ ഒരു മീഡിയയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. നമ്മൾ ഈ മൂവീസ് ആയാലും ഒരു കുഞ്ഞ് വളർന്നു വരുന്ന കണക്കാണ് ഒരു മൂവി ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത്. അത് വലിയ മൂവീസും വലിയ ഡയറക്ടേഴ്സുമാരും അവരൊരു കുഞ്ഞ് ജനിച്ചു വരുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെ മൂവി മാത്രം അത്രയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കത്തില്ലെന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഈ കുഞ്ഞു മൂവി സ്റ്റാർട്ടേഴ്സ് തുടങ്ങുന്ന ആൾക്കാർ, ഇതിനു വേണ്ടി തുടങ്ങുന്ന മേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ മൂവിയിലൊന്നും തലവെക്കലേ ഇനിയുള്ള പിള്ളേർക്കായാലും ഞാൻ പറയുന്നത് തന്നെ അങ്ങനെ ഒന്നും പോയി തലവെക്കാതിരിക്കുന്നത്. അതൊരു ഒരിക്കലും നല്ല മൂവി സക്സസ് ആവത്തതുമില്ല. ആ മൂവി അങ്ങോട്ട് അവരൊക്കെ ഇതിൻ്റെ ഉദ്ദേശത്തിലായിരിക്കും. പക്ഷേ ഇത്രയും ഇത്രയും വലിയ ഫേമസ് ഡയറക്ടേഴ്സുമാരും നമ്മൾ അത്രയും നല്ല മൂവീസ് നമ്മൾ മുന്നിലോട്ട് തരുന്ന കുറേ ഡയറക്ടേഴ്സ്, അവരെല്ലാവരും അവരുടെ മൂവി മാത്രമാണ് അവരുടെ അംബീഷൻ. അല്ലാതെ ഒരിക്കലും വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലയെന്നല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം, നല്ലത് ഏതാ ചീത്ത ഏതാന്നുള്ളത് എന്നാണ്. ഓക്കെ.